ഹലോ ഹായ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമുക്കൊരു സോയാബീൻ തോരൻ വെച്ചാലോ? അപ്പം സോയാബീൻ തോരൻ വെക്കാനുള്ളത് തന്നെ കാണിച്ചു തരാം. സോയാബീൻ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതിനെ കട്ട് ചെയ്തെടുക്കണം. പിന്നെ അതിൽ ചേർക്കേണ്ട സാധനങ്ങൾ തേങ്ങ, മഞ്ഞൾപ്പൊടി, പെരിഞ്ജീരകം, കറിവേപ്പില, 2 കഷ്ണം വെളുത്തുള്ളി അരിഞ്ഞു വെച്ചത്, അതുപോലെ 2 പച്ചമുളക്, ശകലം ജീരകം. സവാള വഴറ്റിയാണ് അതിലിട്ട് സോയാബീൻ വേവിക്കണത്. വഴറ്റിയിട്ട് അതിലോട്ടിടും. അപ്പം നമുക്കിത് കട്ട് ചെയ്ത് എടുക്കാം. സോയാബീനെല്ലാം കഷ്ണങ്ങളാക്കി വെച്ചിട്ടുണ്ട്. ഒരു സോയാബീന് 4 കഷ്ണങ്ങളാക്കിയാണ് വെച്ചത്. വെള്ളം തോരാനായിട്ട് വാലയിൽ വെച്ചിട്ടുണ്ട്. പാത്രം അടുപ്പത്ത് വെച്ച് കൊടുത്ത് പിന്നെ സവാള വഴറ്റിയെടുക്കാം. ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇനി അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. തീ ഭയങ്കരമായിട്ട് ഇടണ്ട കേട്ടോ, കുറച്ചിട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് കടുക് ഇട്ടാം. കടുക് പൊട്ടിയതിന് ശേഷം സവാള ഇടാം. അങ്ങനെ കടുക് എല്ലാം പൊട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് സവാള ചെറിയ പീസാക്കി അരിഞ്ഞ് വെച്ച് ഇട്ട് കൊടുക്കാം. ചെറുതായിട്ടാണ് കേട്ടോ കൊത്തി അരിഞ്ഞത്. എന്നിട്ട് ഇളക്കി കൊടുക്കാം. ഈ സവാള വഴണ്ട് വരാനായിട്ട് ശകലം ഉപ്പിട്ട് കൊടുക്കാം. വഴണ്ട് വരാനായിട്ട്, ഇല്ലെങ്കിൽ കുറേ നേരം കിടക്കേണ്ടി വരും. അപ്പോൾ നമ്മൾ ഉപ്പ് ശകലം ഇട്ട് കൊടുക്കുമ്പോൾ പെട്ടെന്ന് വഴണ്ട് കിട്ടും. ഇത് കറിവേപ്പില ഇട്ട് നന്നായി ഇളക്കി കൊടുക്കാം. എന്നിട്ട് ഇത് ഇത്തിരി ഒന്ന് ഉള്ളി നല്ലതുപോലെ വഴണ്ട് വരുന്നത് വരെ ഇളക്കി, വഴണ്ട് വന്നതിന് ശേഷം നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന സോയാബീൻ ഇട്ട് കൊടുക്കും. അപ്പോൾ സവാള വഴണ്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതിലേക്ക് സോയാബീൻ ഇട്ട് കൊടുക്കാം. വെള്ളം തോർന്നിട്ടുണ്ട് കേട്ടോ. കുറച്ച് നേരമായി വെള്ളം തോരാൻ വെച്ചിട്ട് ഇത് ഇട്ടതിന് ശേഷം ഇളക്കി കൊടുക്കാം. നമ്മൾ ഈ സവാള വഴറ്റിയപ്പോഴല്ലേ ഉപ്പ് ഇട്ടാൽ, അപ്പം ഉപ്പ് കാണില്ല. ഇനി ഇതിലേക്ക് ഉപ്പ് ഒഴിക്കാം. കുറച്ച് ഉപ്പ് ഒഴിക്കും. വേണമെങ്കിൽ പിന്നെ ഒഴിച്ചു കൊടുക്കാം. വെള്ളമൊന്നും ചേർക്കരുത് കേട്ടോ, വെള്ളമൊന്നും ചേർക്കില്ല. ഇളക്കി പിടിപ്പിച്ചിട്ടുണ്ട്. ഇനി അടച്ച് വെച്ച് കൊടുക്കാം. അവിടെ ഇരുന്ന് അത് ഇച്ചിരി ഒന്ന് വേവിട്ട് ആ നേരത്തിന് തോരത്തിന് അരയ്ക്കാം. അപ്പോൾ ഇത് അരയ്ക്കാനുള്ളത് മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ടുണ്ട്. ഇതൊന്ന് അരച്ചെടുക്കാം. ചെറുതായിട്ടൊന്ന് ഇതാക്കിയാൽ മതി കേട്ടോ. അങ്ങനെ അരച്ചെടുത്തിട്ടുണ്ട്. നോക്കട്ടെ, ഇതിൻ്റെ അടപ്പിളക്കി കൊടുക്കാം. എല്ലാം നല്ലതുപോലെയായി. ഇനി ഈ അരപ്പ് ഇതിലേക്ക് ഇടാം. ഇനി അരപ്പ് ഇതിലേക്ക് ഇട്ടതിന് ശേഷം ഇത് മൂടി വെച്ച് കൊടുത്ത് ഇത് അരപ്പും എല്ലാം കൂടെ കിടന്ന് അതിൽ പിടിക്കണത് വരെ. അരപ്പെല്ലാം അതിൽ പിടിക്കണമല്ലോ ഈ സോയാബീൻ തോരനിൽ അരപ്പൊക്കെ ചേർത്ത് ഒന്ന് നല്ലതുപോലെ ഒന്ന് ഇത് ചട്ടിയിലൊന്ന് കരിഞ്ഞ് പിടിക്കണം കേട്ടോ. ഭയങ്കര കരിയണമല്ല, വെള്ളം പോകുന്നു. വെള്ളം ഒഴിച്ചിട്ടില്ലല്ലോ. അപ്പോൾ നമ്മൾ ഈ പാത്രത്തിൽ നിന്ന് ശകലം ഒന്ന് അടച്ച് വെച്ച് കൊടുത്തിട്ട് പിന്നെ അടപ്പിളക്കി ഇട്ടു ശരി. അപ്പോൾ ആ വെള്ളം, അല്ലെങ്കിൽ സോയാബീനിൽ നല്ലോണം വെള്ളം പോകില്ലല്ലോ. തോരാനായിട്ട് വെച്ചാലും കുറച്ചൊക്കെ അതിൽ കിടക്കും. അപ്പം നല്ല ഇതായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ പെരിഞ്ജീരകം അരച്ചായിരുന്നു,
അതുകൊണ്ട് ഒരു ശകലം ജീരകം അരച്ചോളൂ. അപ്പം നമുക്ക് പെരുംജീരകവും എല്ലാം കൂടെ പൊടിച്ച് വെച്ചത് ഒരു ശകലം ഇട്ട് കൊടുക്കുക. അപ്പോൾ ഒരു നല്ല മണവും നമ്മുടെ ഈ കണവയൊക്കെ തോരൻ വെച്ചണക്ക് ഇരിക്കും. കണവ തോരനൊക്കെ പോലെ ഇരിക്കും. നല്ല ടേസ്റ്റാണ് കേട്ടോ. ഉണ്ടാകും സെറ്റായിട്ടുണ്ട്, അടിപൊളി. ഇനി ചെറിയ തീയെ ഇടാവും. ഇപ്പോൾ വെള്ളമൊക്കെ ഒരുവിധം തോർന്ന് പിടിച്ചിട്ടുണ്ട്. നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. ഞാൻ ഇച്ചിരി അരപ്പെടുത്ത് ഉപ്പുണ്ടാകാൻ നോക്കിയതേ ഉള്ളൂ. നല്ല ടേസ്റ്റ് ഉണ്ട്. ഇതുവരെ ഇതങ്ങനെ ഞാൻ അങ്ങനെ 1-2 ദിവസമേ ഉണ്ടാക്കിയിട്ടുള്ളൂ. അങ്ങനെ നമ്മുടെ സോയാബീൻ തോരൻ അടുപ്പിൽ നിന്ന് ഇറക്കി വെച്ചിട്ടുണ്ട്. നല്ല വെള്ളമൊക്കെ തോന്ന് അടിപൊളിയായിട്ടായിട്ടുണ്ട്. അപ്പം ഇതൊന്ന് കഴിച്ച് നോക്കാം. ടേസ്റ്റ് അങ്ങോട്ട് ചെല്ലാം കേട്ടോ. നല്ല രസമുണ്ട്, അടിപൊളിയായിട്ടുണ്ട്. അപ്പം ഇതെല്ലാവരും ഞാൻ ഉണ്ടാക്കിയ രീതിയിൽ ആരെങ്കിലും ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ ട്രൈ ചെയ്ത് നോക്കണം. അപ്പോഴേ അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ ബായ്.